ഒന്ന് ദിനവൃത്താന്തം 8-ാം അധ്യായം. ബെന്യാമീൻ ആദ്യജാതനായ ബേലയെയും രണ്ടാമനായ അശ്ബേലിനെയും മൂന്നാമനായ അഹ്റഗിനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫായെയും ജനിപ്പിച്ചു. ബേലയുടെ പുത്രന്മാർ അദ്ദാർ, ഗേര, അബീഹൂദ്, അബീഷൂവ, നയമാൻ, അഹോഹ്, ഗേര, ഷെഫൂഫാൻ, ഹൂരാം. ഏഹൂദിന്റെ പുത്രന്മാരോ അവർ ഷേബ നിവാസികളായ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ. അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. നയമാൻ, അഹിയാവ്, ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ അവൻ ഹുസ്സയെയും അഹീഹൂദിനെയും ജനിപ്പിച്ചു. ഷഹരയും തന്റെ ഭാര്യമാരായ ഹൂഷിമിനെയും ബയരെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു. അവൻ തന്റെ ഭാര്യയായ ഹോദീഷിൽ യോബാബ്, സിബ്യാവ്, മേഷ, മൽക്കാം, യേവൂസ്, സാഖ്യാവ്, മിർമ എന്നിവരെ ജനിപ്പിച്ചു. ഇവർ അവന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാർ ആയിരുന്നു. ഹൂഷീമിൽ അവൻ അബീതൂബിനെയും എൽപയലിനെയും ജനിപ്പിച്ചു. എൽപയലിന്റെ പുത്രന്മാർ ഏബർ, മീഷാം, ക്ഷേമർ. ഇവൻ ഓനോവും ലോതും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതു. ബേരിയാവ്, ഷേമ ഇവർ അയ്യാലോ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു. ഗത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹ്യോ, ശാശക്, യെരേമോത്ത്, സെബദ്യാവ്, അരാദ്, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബെരിയാവിന്റെ പുത്രന്മാർ. സെബദ്യാവ്, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മെരായി, ഹിസ്ലിയാവ്, യോബാബ് എന്നിവർ എൽപയലിന്റെ പുത്രന്മാർ. യാക്കീം, സിക്രി, സബ്ദി, എലിയനായി, സില്ലദായി, എലിയേൽ, അദായാവ്, ബെരായാവ്, ഷിമ്രാത്ത് എന്നിവർ ഷിമിയുടെ പുത്രന്മാർ. ഇഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, ഹാനാൻ, ഹനന്യാവ്, ഏലാം, അദ്നോദ്യാബ്, ഇഷ്ദേവ്യ, പെനുവേൽ എന്നിവർ ശാശകിന്റെ പുത്രന്മാർ. ശംശരായി, ഷഹര്യാവ്, അദല്യാവ്, യാരഷ്യാവ്, എലിയാവ്, സിക്രി എന്നിവർ യെരോഹാമിന്റെ പുത്രന്മാർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളുമായിരുന്നു. അവർ യെരൂശലേമിൽ പാർത്തിരുന്നു. ഗിബിയോനിൽ ഗിബിയോന്റെ പിതാവായ യേയേലും അവന്റെ ഭാര്യയായ മയഖ എന്നു പേർ. അവന്റെ ആദ്യജാതൻ അബ്ദോൻ, സൂർ, കീഷ്, ബാൽ, നാദാബ്, ഗെദോർ, അഹ്യോ, സെഖ്യർ എന്നിവരും പാർത്തു. മിഗ്ലോത്ത് ഷിമയെ ജനിപ്പിച്ചു. ഇവരും തങ്ങളുടെ സഹോദരന്മാരോട് കൂടെ യെരൂശലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു. നേർ കീഷിനെ ജനിപ്പിച്ചു. കീഷ് ഷൗലിനെ ജനിപ്പിച്ചു. ഷൗൽ യോനാഥാനെ ജനിപ്പിച്ചു. മൽക്കീഷുവെയും അബീനാദാബിനെയും യെശ്ബാലിനെയും ജനിപ്പിച്ചു. യോനാഥാൻ മകൻ മെരീബാൽ. മെരീബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീഥോൻ, മേലക്, തരേയ, ആഹാസ്. ആഹാസ് യഹോവദ്ദയെ ജനിപ്പിച്ചു. യഹോവദ്ദ അലേമേത്ത്, അസ്മാവേത്ത്, സിമ്രി എന്നിവരെ ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയെ ജനിപ്പിച്ചു. അവന്റെ മകൻ രാഫ, അവന്റെ മകൻ എലായ, അവന്റെ മകൻ ആസേൽ. ആസേലിന് 6 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരുടെ പേരുകൾ ആവിത്: അസ്രീഖാം, ബൊഖ്രൂം, ഇഷ്മായേൽ, ശെരിയാവ്, ഓബദ്യാവ്, ഹാനാൻ. ഇവരെല്ലാവരും ആസേലിന്റെ പുത്രന്മാർ. അവന്റെ സഹോദരനായ ഏശക്കിന്റെ പുത്രന്മാർ: അവന്റെ ആദ്യജാതൻ ഊലാം, രണ്ടാമൻ യേവൂഷ്, മൂന്നാമൻ എലീഫലേത്ത്. ഊലാമിന്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളുമായിരുന്നു. അവർക്ക് അനേകം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു. അവരുടെ സംഖ്യ 150. ഇവരെല്ലാവരും ബെന്യാമീന്യ സന്തതികൾ. 1 ദിനവൃത്താന്തം 9-ാം അധ്യായം. ഇസ്രയേൽ മുഴുവനും വംശാവലിയായി ചാർത്തപ്പെട്ടിരുന്നു. അത് ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദയെയോ അവരുടെ അകൃത്യ നിമിത്തം ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. അവരുടെ അവകാശത്തിലും പട്ടണങ്ങളിലും ഉണ്ടായിരുന്ന ആദ്യ നിവാസികൾ ഇസ്രയേലിലും പുരോഹിതന്മാരും ലേവ്യരും ദൈവാലയ ദാസന്മാരുമായിരുന്നു. യെരൂശലേമിലോ ചില യഹൂദ്യരും ബെന്യാമീനരും എഫ്രയീമ്യരും മനശ്ശേരും പാർത്തിരുന്നു. അവരാരെന്നാൽ യഹൂദയുടെ മകനായ പേരസിന്റെ മക്കളിൽ ബാനിയുടെ മകനായ
ഇമ്രിയുടെ മകനായ ഒമ്രിയുടെ മകനായ അമീഹൂദിന്റെ മകൻ ഊദായി. ഷീലോന്യരിൽ ആദിജാതനായ അസായാവും അവരുടെ പുത്രന്മാരും. സേരഹിന്റെ പുത്രന്മാരിൽ യേയുവേലും അവരുടെ സഹോദരന്മാരുടെ 690 പേരും. ബെന്യാമീൻ പുത്രന്മാരിൽ ഹസേനുവയുടെ മകനായ ഹൊദവ്യാവിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ സല്ലുവും യെരോഹാമിന്റെ മകനായ യിബ്നെയാവും മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏലായും ഇബ്നെയാവിന്റെ മകനായ രയൂവേലിന്റെ മകനായ ഷെഹസ്ത്യാവിന്റെ മകൻ മെഷുല്ലാമും തലമുറ തലമുറയായി അവരുടെ സഹോദരന്മാർ ആകെ 956 പേരും. ഈ പുരുഷന്മാരൊക്കെയും താന്താങ്ങളുടെ പിതൃഭവനങ്ങളിൽ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യദയാവും യഹോയാരീബും യാഖീനും അഹീതൂബിന്റെ മകനായ മെരായോത്തിന്റെ മകനായ സാദൂക്കിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ ഹിൽക്കിയാവിന്റെ മകനായ ദൈവാലയാധിപനായ അസരിയാവും മൽക്കിയാവിന്റെ മകനായ പശൂരിന്റെ മകനായ യെരോഹാമിന്റെ മകൻ അദായാവും ഇമ്മോരിന്റെ മകനായ മെഷില്ലേദ്മീത്തിന്റെ മകനായ മെഷുല്ലാമിന്റെ മകനായ യഹ്സേരയുടെ മകനായ അദിയേലിന്റെ മകൻ മയശായിയും പിതൃഭവനങ്ങൾക്ക് തലവന്മാരായ അവരുടെ സഹോദരന്മാരും ആകെ 1760 പേർ. ഇവർ ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ വേലയ്ക്ക് ബഹുപ്രാപ്തന്മാരായിരുന്നു. ലേവരിലോ മെരാരിയിൽ ഹഷ്ബ്യാവിന്റെ മകനായ അസ്രീകാമിന്റെ മകനായ ഹഷൂബിന്റെ മകനായ ഷെമയ്യാവും ബക്ബഹറും ഖൊറേഷും ഹാലാലും ആസാഫിന്റെ മകനായ സിക്രിയുടെ മകനായ മീഖിയുടെ മകൻ മഥന്യാവും മെദൂയൂദിന്റെ മകനായ ഗാലാലിന്റെ മകനായ ഷെമയ്യാവിന്റെ മകൻ ഓബദ്യാവും നെതോഫാത്യരുടെ ഗ്രാമങ്ങളിൽ പാർത്ത എൽക്കാനയുടെ മകനായ ആസയുടെ മകൻ ബെരേഖ്യാവും വാതിൽ കാവൽക്കാർ. ശല്ലൂമും അക്കൂബും തൽമോനും അഹീമാനും അവരുടെ സഹോദരന്മാരും. ശല്ലൂമും തലവനായിരുന്നു. ലേവ്യ പാളയത്തിൽ വാതിൽ കാവൽക്കാരായ ഇവർ കിഴക്ക് വശത്ത് രാജപടിവാതിൽക്കൽ ഇന്നുവരെ കാവൽ ചെയ്തു വരുന്നു. കോരഹിന്റെ മകനായ എബ്യാസാഫിന്റെ മകനായ കോരയുടെ മകൻ ശല്ലൂമും അവന്റെ പിതൃഭവനത്തിലെ അവന്റെ സഹോദരന്മാരായ കോരഹ്യരും കൂടാരത്തിന്റെ ഉമ്മരപ്പടിക്കൽ കാവൽക്കാരായ ശുശ്രൂഷയുടെ വേലയ്ക്കുമേൽ വിചാരകന്മാരായിരുന്നു. അവരുടെ പിതാക്കന്മാരും യഹോവയുടെ പാളയത്തിനുമേൽ വിചാരകന്മാരായി പ്രവേശന പാലകരായിരുന്നു. ഏലയാസുറിന്റെ മകനായ ഫീനെഹാസ് പണ്ട് അവരുടെ അധിപനായിരുന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. മേശല്യാമിന്റെ മകനായ സെഖര്യാവ് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായിരുന്നു. ഉമ്മരപ്പടി വാതിൽക്കൽ കാവൽക്കാരായി നിയമിക്കപ്പെട്ടിരുന്ന ഇവർ ആകെ 212 പേർ. അവർ തങ്ങളുടെ ഗ്രാമങ്ങളിൽ വംശാവലി പ്രകാരം ചാർത്തപ്പെട്ടിരുന്നു. ദാവീദും ദർശകനായ ശമൂവേലുമായിരുന്നു അവരെ അതത് ഉദ്യോഗത്തിലാക്കിയത്. ഇങ്ങനെ അവരും അവരുടെ പുത്രന്മാരും കൂടാര നിവാസമായ യഹോവാലയത്തിന്റെ വാതിൽ കാവൽപ്പുറ പ്രകാരം കാവൽക്കാരായിരുന്നു. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും ഇങ്ങനെ 4 വശത്തും കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലെ അവരുടെ സഹോദരന്മാർ 7-ാം ദിവസം തോറും മാറി മാറി വന്ന് അവരോടുകൂടെ ഊഴക്കാരായിരുന്നു. വാതിൽ കാവൽക്കാരിൽ പ്രധാനികളായ ഈ 4 ലേവ്യരും ഉദ്യോഗസ്ഥന്മാരായി ദൈവാലയത്തിലെ അറകൾക്കും ഭണ്ഡാരത്തിനും മേൽ വിചാരം നടത്തി. കാവലും രാവിലെ തോറും വാതിൽ തുറക്കുന്ന മുറയും അവർക്കുള്ളതുകൊണ്ട് അവർ ദൈവാലയത്തിന് ചുറ്റും രാപാർത്തു വന്നു. അവരിൽ ചിലർക്ക് ശുശ്രൂഷയ്ക്ക് ഉപകരണങ്ങളുടെ വിചാരണ ഉണ്ടായിരുന്നു. അവയെ എണ്ണിയിട്ട് അകത്തു കൊണ്ടുപോവുകയും പുറത്തു കൊണ്ടുപോരുകയും ചെയ്യും. അവരിൽ ചിലരെ ഉപകരണങ്ങൾക്കും സകല വിശുദ്ധ പാത്രങ്ങൾക്കും മാവ്, വീഞ്ഞ്, കുന്തുരുക്കം, സുഗന്ധവർഗം എന്നിവയ്ക്കും മേൽവിചാരകരായി നിയമിച്ചിരുന്നു. പുരോഹിത പുത്രന്മാരിൽ ചിലർ സുഗന്ധതൈലം ഉണ്ടാക്കും. ലേവ്യരിൽ ഒരുത്തനായി കോരഹനായ ശല്ലൂമിന്റെ ആദിജാതൻ മത്തിഥ്യാവിന് ചട്ടികളിൽ ചുട്ടുണ്ടാക്കിയ സാധനങ്ങളുടെ മേൽവിചാരണ ഉണ്ടായിരുന്നു. കെഹാത്യരായ അവരുടെ സഹോദരന്മാരിൽ ചിലർക്ക് ശബത്തുതോറും കാഴ്ചയപ്പം ഒരുക്കുവാനുള്ള ചുമതല ഉണ്ടായിരുന്നു. ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനിമാരായ ഇവർ സംഗീതക്കാരായി ആഘാരങ്ങളിൽ പാർത്തിരുന്നു. അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റു ശുശ്രൂഷകളിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നു. ഈ പ്രധാനികൾ ലേവ്യരുടെ പിതൃഭവനങ്ങൾക്ക് തലമുറയായി തലവന്മാരായിരുന്നു. അവർ യെരൂശലേമിൽ പാർത്തുവന്നു.
ഗിബിയോനിൽ ഗിബിയോന്റെ പിതാവായ യെയിയേലും അവന്റെ ഭാര്യയ്ക്ക് മയഖ എന്നും പേർ. അവന്റെ മൂത്ത മകൻ അബ്നോൻ, സൂർ, കീഷ്, ബാൽ, നേർ, നാദാബ്, ഗേദോർ, അഹ്യോ, സഖര്യാവ്, മിക്ലോത്ത് എന്നിവരും പാർത്തു. മിക്ലോത്ത് ശിമെയാമിനെ ജനിപ്പിച്ചു. അവർ തങ്ങളുടെ സഹോദരന്മാർക്ക് എതിരെ പാർത്തു. നേർ കീഷിനെ ജനിപ്പിച്ചു. കീഷ് ശൗലിനെ ജനിപ്പിച്ചു. ശൗൽ യോനാഥാനെയും മൽക്കീഷുവെയും അമീനാദാബിനെയും യശ്ബാലിനെയും ജനിപ്പിച്ചു. യോനാദാബ് മകൻ മെരീബാൽ, മെരീബാൽ മീഖയെ ജനിപ്പിച്ചു. മീഖയുടെ പുത്രന്മാർ പീദോൻ, മേലക്, തഹ്രയ, ആഹാസ്. ആഹാസ് യാരയെ ജനിപ്പിച്ചു. യാര അലൈമേത്തിനെയും അസ്മാവിത്തിനെയും സിമ്രിയെയും ജനിപ്പിച്ചു. സിമ്രി മോസയെ ജനിപ്പിച്ചു. മോസ ബിനയെ ജനിപ്പിച്ചു. അവന്റെ മകൻ രഫയാവ്, അവന്റെ മകൻ എലാസ, അവന്റെ മകൻ ആസേൽ. ആസേലിന് 6 മക്കളുണ്ടായിരുന്നു. അവരുടെ പേരുകൾ അസ്രീഖാം, ബെക്രൂ, ഇഷ്മായേൽ, ഷെയര്യാവ്, ഓബദ്യാവ്, ഹാനാൻ. ഇവർ ആസേലിന്റെ മക്കൾ. 1 ദിനവൃത്താന്തം 10-ാം അധ്യായം. ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേലിലോ ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലിനെയും മക്കളെയും പിന്തുടർന്ന് ചെന്ന് ഫെലിസ്ത്യർ ശൗലിന്റെ മക്കളായ യോനാഥാനെയും അബീനാദാമിനെയും മഷ്കൂവിനെയും വെട്ടിക്കളഞ്ഞു. പട ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനെ കണ്ടു. വില്ലാളികളാൽ അവൻ വിഷമത്തിലായി. അപ്പോൾ ശൗൽ തന്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ അവമാനിക്കാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. അവന്റെ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സു വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു. ശൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ അവന്റെ വാളിന്മേൽ വീണു മരിച്ചു. ഇങ്ങനെ ശൗലും 3 മക്കളും അവന്റെ ഭവനമൊക്കെയും ഒരുമിച്ചു മരിച്ചു. അവർ ഓടിപ്പോയി. ശൗലും മക്കളും മരിച്ചു എന്ന് താഴ്വരയിലുള്ള ഇസ്രായേലിലൊക്കെയും കണ്ടിട്ട് അവർ തങ്ങളുടെ പട്ടണങ്ങളെ വിട്ട് ഓടിപ്പോയി. ഫെലിസ്ത്യർ വന്ന് അവയിൽ പാർത്തു. പിറ്റേന്നാൾ ഫെലിസ്ത്യർ നിഹതന്മാരുടെ വസ്ത്രം ഉരിവാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണു കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ വസ്ത്രാദികൾ ഉരിഞ്ഞ് അവന്റെ തലയും ആയുധവർഗവും എടുത്തു. തങ്ങളുടെ വിഗ്രഹ ക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്തെല്ലായിടവും ആളയച്ചു. അവന്റെ ആയുധവർഗം അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വച്ചു. അവന്റെ തലയെ ദാഗോന്റെ ക്ഷേത്രത്തിലും തറച്ചു. ഫിലിസ്ത്യർ ശൗലിനോട് ചെയ്തതൊക്കെയും ഗിലെയാദിലെ യാബേഷ് മുഴുവനും കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ട് ശൗലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേഷിലേക്ക് കൊണ്ടുവന്നു. അവരുടെ അസ്ഥികളെ യാബേഷിലെ കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ട് 7 ദിവസം ഉപവസിച്ചു. ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായകയാലും വെളിച്ചപ്പാടത്തെയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായകയാൽ അവൻ അവനെ കൊന്ന് രാജത്വം ഇശായിയുടെ മകനായ ദാവീദിന് കൊടുത്തു. 1 ദിനവൃത്താന്തം 11-ാം അധ്യായം. അനന്തരം ഇസ്രായേൽ എല്ലാം ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞത്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമല്ലോ. മുമ്പേ ശൗൽ രാജാവായിരുന്ന കാലത്തും നീ ആയിരുന്നു നായകനായി ഇസ്രായേലിനെ നടത്തിയത്. നീ എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കുകയും എന്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നദ്ധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. ശമൂവേൽ മുഖാന്തരം യഹോവ അരുളി ചെയ്തതുപോലെ അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പിന്നെ ദാവീദും എല്ലാ ഇസ്രായേലും യെബൂസ് എന്ന യെരൂശലേമിലേക്ക് ചെന്നു. അവിടെ ദേശനിവാസികളായ യെബൂസ്യർ ഉണ്ടായിരുന്നു. യെബൂസ് നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കടക്കുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അതാകുന്നു ദാവീദിന്റെ നഗരം. എന്നാൽ ദാവീദ് ആരെങ്കിലും യെബൂസിനെ ആദ്യം തോൽപ്പിച്ചാൽ അവൻ തലവനും സേനാധിപതിയും ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സെരൂയയുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്ന് തലവനായി തീർന്നു. ദാവീദ് ആ കോട്ടയിൽ പാർത്തതുകൊണ്ട്
അതിന് ദാവീദിന്റെ നഗരം എന്നു പേരായി. പിന്നെ അവൻ നഗരത്തെ മില്ലോ തുടങ്ങി ചുറ്റും പണിത് ഉറപ്പിച്ചു. നഗരത്തിന്റെ ശേഷമുള്ള ഭാഗം യോവാബ് കേടുതീർത്തു. സൈന്യങ്ങളുടെ യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ദാവീദിനുണ്ടായിരുന്ന പ്രധാന വീരന്മാർ ആവിത്. ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിന് അവർ എല്ലാ ഇസ്രയേലുമായി രാജ്യത്വം സംബന്ധിച്ച് അവന്റെ പക്ഷം മുറുകെ പിടിച്ചു. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ സംഖ്യ ആവിത്. 30 പേരിൽ പ്രധാനിയായി ഒരു ഹഗമ്യോന്റെ മകനായ യാശോബയാം. അവൻ 300 പേരുടെ നേരെ കുന്തം ഓങ്ങി ഒരേ സമയത്ത് അവരെ കൊന്നുകളഞ്ഞു. അതിനുശേഷം അഹൂഹ്യനായ ദോദോവിന്റെ മകൻ എലയാസർ. അവൻ 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. ഫിലിസ്ത്യർ പസ്ദമ്മീമിൽ യുദ്ധത്തിന് കൂടിയപ്പോൾ അവൻ അവിടെ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടെ യവൻ നിറഞ്ഞ ഒരു വയലുണ്ടായിരുന്നു. പടജനം ഫലസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ അവർ ആ വയലിന്റെ മധ്യേ നിന്ന് അതിനെ കാത്തു ഫിലിസ്ത്യരെ വെട്ടിക്കളഞ്ഞു. യഹോവ അവർക്ക് വലിയൊരു ജയം നൽകി. ഒരിക്കൽ ഫിലിസ്ത്യരുടെ സൈന്യം രഫായീം താഴ്വരയിൽ പാളയമിറങ്ങിയിരിക്കുമ്പോൾ 30 തലവന്മാരിൽ 3 പേർ പാറയിങ്കൽ അതുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യർക്ക് അക്കാലത്ത് ബെത്ലഹേമിൽ ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു. ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്നു തരും എന്ന് ദാവീദ് ആർത്തി പൂണ്ടു പറഞ്ഞു. അപ്പോൾ ആ 3 പേരും ഫിലിസ്ത്യരുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന് ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ച് ഒഴിച്ചു. ഇത് ചെയ്യുവാൻ എന്റെ ദൈവം എനിക്ക് സംഗതി വരുത്തരുതേ. തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ? അവർ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചല്ലോ അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ അത് കുടിപ്പാൻ മനസ്സായില്ല. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോവാബിന്റെ സഹോദരനായ അബീഷായി മൂവരിൽ തലവനായിരുന്നു. അവൻ 300 പേരുടെ നേരെ കുന്തമോങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ ആ മൂവരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. ഈ മൂവരിൽ 2 പേർക്കാൾ അധികം മാനം അവൻ പ്രാപിച്ച് അവർക്ക് നായകനായി തീർന്നു. എന്നാൽ അവൻ മറ്റേ മൂവരോളം വരികയില്ല. കപ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനായാവും വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിലെ ആരിയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ 5 മുഴം പൊക്കമുള്ള ദീർഘകായനായൊരു മിസ്രയീമിനെയും സംഹരിച്ചു. ആ മിസ്രയീമിന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ഒരു കുന്തമുണ്ടായിരുന്നു. ഇവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നുകളഞ്ഞു. ഇവ യഹോയാദയുടെ മകനായ ബെനായാവ് ചെയ്തു. 3 വീരന്മാരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിൽ മാനമേറിയവനായിരുന്നു. എങ്കിലും മറ്റേ മൂവരോളം വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. സൈന്യത്തിലെ വീരന്മാരോ യോവാബിന്റെ സഹോദരനായ അസാഹേൽ, ബെത്ലഹേമിനായ ദോദോവിന്റെ മകൻ എൽഹാനാൻ, ഹാരൂര്യനായ ഷമ്മോത്ത്, പെലൂന്യനായ ഹേലസ്, തെക്കോവ്യനായ ഇക്കേഷിന്റെ മകൻ ഈര, അനാദോദ്യനായ അബിയേസർ, ഹൂഷാത്യനായ സിബെഖായി, അഹോഹ്യനായ ഈലായി, നെഥോഹാത്യനായ മഹരായി, നെഥോഫാത്യനായ ബെനായിയുടെ മകൻ ഹേലദ്, ബെന്യാമീന്യരുടെ ഗിബയിൽ നിന്നുള്ള ഇരിഭായിയുടെ മകൻ ഈഥായി, പരാദോന്യനായ ബെനായാവ്, നഹലേഗാരിൽ നിന്നുള്ള ഊരാരി, അർബാദ്യനായ അബിയേൽ, ബഗരൂമിനായ അസ്മാവേത്ത്, ഷയൽബോന്യനായ എല്ലിഗ്ബ, ഗീസോസിനായ അസേമിന്റെ പുത്രന്മാർ ഹരാര്യനായ ഷാഖയുടെ മകൻ യോനാദാബ്, ഹരാര്യനായ സാഖാരിന്റെ മകൻ അഹിയാം, ഊരിന്റെ മകൻ എലീഫാൽ, മേഘരാത്യനായ ഹേഫർ, പെലോന്യനായ അഹിയാവ്, കർമ്മേലിനായ യെസ്രോ, യെസ്ബായിയുടെ മകൻ നയരായി, നാദാന്റെ സഹോദരൻ യോവേൽ, ഹഗ്രിയുടെ മകൻ മിബ്ഹാർ, അമ്മോന്യനായ സേലക്ക്, സെരൂയിയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനായ ബെരോത്യൻ നഹറായി, ഇത്രീന്തനായ ഈര, ഇത്രീയനായ ഗാരേബ്, ഹിത്യനായ ഊരിയാവ്, അഹ്ലായിയുടെ മകൻ ഇസാബാദ്,
രൂബേന്യരുടെ സേനാധിപതിയും 30 പേർ അകമ്പടിയുള്ളവനുമായ രൂബേന്യനായ ശീസിയുടെ മകൻ അദീന, മയേഖിയുടെ മകൻ ഹാനാൻ, മിത്നിയനായ യോഷാഫാത്ത്, അസ്തേരാധ്യനായ ഉസിയാവ്, അരോവേരിനായ ഹോദാമിന്റെ പുത്രന്മാരായ ഷാമ, യെയിയേൽ, ഷിമ്രിയുടെ മകനായ യെദീദയേൽ, തീസ്യനായ അവന്റെ സഹോദരനായ യോഹ, മഹവ്യനായ എലിയേൽ, എൽനാമിന്റെ പുത്രന്മാരായ യെരീബായി, യൊശവ്യാവ്, മോവാബ്യർ, ഹിത്ത്, എലിയേബ്, ഓബേദ്, മൊസാബിനായ യാസിയേൽ എന്നിവർ തന്നെ.